ഏവർക്കും ഐസക് അന്നയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ HSC സോഷ്യൽ സയൻസ് LDC LGS പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള കേരള രാഷ്ട്രീയം 1956 ശേഷം എന്ന ടോപ്പിക്കുകളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇവർക്ക് HSC സോഷ്യൽ സയൻസ് വരെ കൂടാതെ സെറ്റ് നെറ്റ് എക്കണോമിക്സ് പ്രാക്ടീസ് ചെയ്യുന്നവർക്കും LSS പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ ചാനലിലൂടെ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ്സുകൾ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ടും വിജയമുണ്ടാവും. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നതിന് ഡീറ്റെയിൽഡായിട്ട് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ 2 പാർട്ടുകൾ നമ്മൾ ഇതിനകം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 3ാമത്തെ പാർട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഓക്കേ, കേരളത്തിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കേരളത്തിൽ ജനകീയ ആസൂത്രണം ആരംഭിച്ചത് ആര് മുഖ്യമന്ത്രിയായ കാലത്താണ്? കേരളത്തിൽ ജനകീയ ആസൂത്രണം ആരംഭിച്ചത് ആര് മുഖ്യമന്ത്രിയായ കാലത്താണ്? EK നായനാർ. ആരാണ്? EK നായനാർ. ജനാധിപത്യ സംരക്ഷണ സമിതി JSS രൂപീകരിച്ചത് ആര്? KR ഗൗരിയമ്മ. ജനാധിപത്യ സംരക്ഷണ സമിതി അല്ലെങ്കിൽ JSS രൂപീകരിച്ചത് ആര്? KR ഗൗരിയമ്മ. കേരള വികസന പദ്ധതി തുടക്കം കുറിച്ചത് നിയമസഭ, 11ാം നിയമസഭ. ആ സമയത്ത് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് AK ആൻ്റണി ആയിരുന്നു. കേരള വികസന പദ്ധതി, കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്, തുടക്കം കുറിച്ചത് 11ാം നിയമസഭയിൽ. ആരായിരുന്നു മുഖ്യമന്ത്രി? AK ആൻ്റണി. ഏറ്റവും കൂടുതൽ കാലം പ്രതിരോധ മന്ത്രിയായി സ്ഥാനം വഹിച്ചതും AK ആൻ്റണിയാണ്. ഏറ്റവും കൂടുതൽ കാലം പ്രതിരോധ മന്ത്രിയായി സ്ഥാനം വഹിച്ചതും AK ആൻ്റണിയാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രി 2ാമത്തെ മലയാളിയാണ് AK ആൻ്റണി. ആദ്യത്തെയാൾ VK കൃഷ്ണമേനോനാണ്. ഓക്കെ, പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണറാണ് സിക്കന്ദർ ബത്ത്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണറാണ് സിക്കന്ദർ ബത്ത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? VS അച്യുതാനന്ദൻ. ഇത് ചോദിച്ചിട്ടുണ്ട്. നിയമസഭയ്ക്ക് പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്തിയ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? VS അച്യുതാനന്ദൻ. ചെങ്ങറ ഭൂസമരം നടന്ന ജില്ല പത്തനംതിട്ട. ഇതും ചോദിക്കണം, നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുകയിൽ ചോദിക്കാം. ചെങ്ങറ ഭൂസമരം നടന്ന ജില്ല പത്തനംതിട്ടയാണ്. വർഷം 2007 ആഗസ്റ്റ് 4. വർഷം ഏതാണ്? 2007 ആഗസ്റ്റ് 4. ഹാരിസൺസ് മലയാളം എന്ന എസ്റ്റേറ്റിൽ നടന്ന സംഭവമാണ് ചെങ്ങറ ഭൂസമരം. ഹാരിസൺസ് മലയാളം എന്ന എസ്റ്റേറ്റിൽ നടന്ന സംഭവമാണ് ചെങ്ങറ ഭൂസമരം. 13ാം കേരള നിയമസഭയിൽ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറുമായി സ്ഥാനം വഹിച്ച വ്യക്തി N ശക്തൻ. 13ാം കേരള നിയമസഭയിൽ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും സ്ഥാനം വഹിച്ച വ്യക്തിയാണ് N ശക്തൻ. കാർത്തികേയൻ്റെ മരണത്തെ തുടർന്നാണ് അദ്ദേഹം സ്പീക്കർ പദവിയും കൂടി വഹിച്ചത്. കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മന്ത്രിയാണ് PK ജയലക്ഷ്മി. കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മന്ത്രി ആരാണ്? PK ജയലക്ഷ്മി. ഓക്കേ, ഇന്ത്യയിൽ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ആദ്യ സംസ്ഥാനം കേരളം. ഏത് വർഷമാണ്? 2016 ജനുവരി 13. ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇന്ത്യയിൽ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. വർഷം 2016 ജനുവരി 13. ആരാണ് പ്രഖ്യാപനം നടത്തിയത്? നമ്മുടെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന ഹമീദ് അൻസാരിയാണ്. ഹമീദ് അൻസാരി. എവിടെ വെച്ചിട്ടാണ്? തിരുവനന്തപുരം സെനറ്റ് ഹാളിൽ വെച്ചിട്ട്. അപ്പോൾ ആ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന ആ പദ്ധതിക്ക് നൽകിയ പേരാണ് അതുല്യ. പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന ആ പദ്ധതിക്ക് നൽകിയ പേരാണ് അതുല്യ. 2016 നിയമസഭാ പ്രത്യേകതകൾ. 14th നിയമസഭയാണ് 2016. എന്തെല്ലാം പ്രത്യേകതകൾ നോക്കാം. ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി. നോട്ട, VVPAT എന്നിവ ഉൾപ്പെടുത്തി. എന്താണ് നോട്ട? നമുക്ക് നൺ ഓഫ് ദി എബോവ് ആരെ വോട്ട് ചെയ്യേണ്ട, നമുക്ക് നിഷേധ വോട്ട് രേഖപ്പെടുത്താം. VVPAT വോട്ടർ വെരിഫൈബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. നമുക്ക് ആർക്കാണ് വോട്ട് ചെയ്യുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അതാണ് VVPAT എന്നിവയെല്ലാം ഏർപ്പെടുത്തി. ഭിന്നലിംഗക്കാരെ ഉൾപ്പെടുത്തിയ സംസ്ഥാനത്ത് നടന്ന വോട്ടാണ് 2016 നിയമസഭാ വോട്ട്. ഭിന്നലിംഗക്കാരെ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് നടന്ന വോട്ടാണ്
2016 വോട്ട്. കേരള ഗവർണറായിരിക്കെ സംസ്ഥാനത്ത് വോട്ട് ചെയ്ത ആദ്യ വ്യക്തിയാണ് ജസ്റ്റിസ് സദാശിവം. കേരള ഗവർണറായിരിക്കുമ്പോൾ സംസ്ഥാനത്ത് നടന്ന ഇലക്ഷനിൽ ആദ്യം വോട്ട് ചെയ്ത ഗവർണറാണ് ജസ്റ്റിസ് പി സദാശിവം. ഓക്കെ. ഭാരത ധർമ്മ ജനസേന പാർട്ടി രൂപീകരിച്ചത് വെള്ളാപ്പള്ളി നടേശനാണ്. ഭാരത് ധർമ്മ ജനസേന പാർട്ടി രൂപീകരിച്ചത് വെള്ളാപ്പള്ളി നടേശൻ. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയിൽ ഏറ്റവും കൂടുതൽ കാലം ക്യാബിനറ്റ് പദവിയിലിരുന്നത് VS അച്യുതാനന്ദനാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ കാലം ക്യാബിനറ്റ് പദവിയിലിരുന്നത് ആരാണ്? VS അച്യുതാനന്ദനാണ്. ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ്. ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ്. കേരളത്തെ മാലിന്യ വിമുക്തമാക്കാനുള്ള പദ്ധതി 2016 ആരംഭിച്ചു. ആ പദ്ധതിയുടെ പേരാണ് ഹരിത കേരളം. കേരളം മാലിന്യ വിമുക്തമാക്കാനുള്ള പദ്ധതി 2016 ആരംഭിച്ചു. ആ പദ്ധതിയുടെ പേരാണ് ഹരിത കേരളം. കേരളത്തിലെ ആദ്യത്തെ മെട്രോ പദ്ധതി തറക്കല്ലിട്ടത് 2012 2012 സെപ്റ്റംബർ 13 തറക്കല്ലിട്ടു. ആരാണ്? പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ്. കേരളത്തിലെ ആദ്യത്തെ മെട്രോ പദ്ധതി 2012 സെപ്റ്റംബർ 13 തറക്കല്ലിട്ടു. ആരാണ്? മൻമോഹൻ സിംഗ്. ഉദ്ഘാടനം എന്നായിരുന്നു? 2017 ജൂൺ 13. ഇത് ചോദിച്ചിട്ടുണ്ട്. ഉദ്ഘാടനം എന്നായിരുന്നു? 2017 ജൂൺ 13. കേരള ചരിത്രത്തിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ മത്സരിച്ച് വിജയിച്ചു. 15th നിയമസഭയിലാണ് അനന്യകുമാരി. ആരാണ്? കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ മത്സരിച്ച് വിജയിച്ചത് 15th നിയമസഭയിൽ അനന്യകുമാരി അലക്സാണ്ടറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം കാവൽ മുഖ്യമന്ത്രിയായ നേതാവാണ് പിണറായി വിജയൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം കാവൽ മുഖ്യമന്ത്രിയായ നേതാവ് ആരാണ്? പിണറായി വിജയൻ. മുഖ്യമന്ത്രി എന്ന വാക്ക് ഉൾപ്പെടുത്തി ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത് പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി എന്ന വാക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തതും പിണറായി വിജയനാണ്. കേരള നിയമസഭയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം നടത്തിയതും അദ്ദേഹമാണ്, പിണറായിയാണ്, നമ്മുടെ മുഖ്യമന്ത്രിയാണ്. കേരള നിയമസഭയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം നടത്തിയ മുഖ്യമന്ത്രിമാരിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവി അലങ്കരിച്ച CS അച്യുതമേനോൻ്റെ റെക്കോർഡ് 2022 നവംബർ 10 വിജയൻ ഭേദിച്ചു. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി പദവി വഹിച്ച സ്ഥാനം ഇപ്പോൾ 2ാം സ്ഥാനമാണ് അച്യുതമേനോനുള്ളൂ. 1ാം സ്ഥാനം ആർക്കാണ്? പിണറായി വിജയനാണ്. ഓക്കെ. ഇനി നമുക്ക് മുഖ്യമന്ത്രിയെ കുറിച്ച് ജസ്റ്റ് അറിയേണ്ട കാര്യങ്ങളൊന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് EMS. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ആദ്യ കേരള മുഖ്യമന്ത്രി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയും EMS ആണ്. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായ മലയാളി, ഇത് ശ്രദ്ധിക്കണം, അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായ മലയാളിയും EMS നമ്പൂതിരിപ്പാടാണ്. പട്ടം താണുപിള്ള 19ാം നൂറ്റാണ്ടിൽ ജനിച്ച മുഖ്യമന്ത്രിയായ ഏക വ്യക്തി എന്നാട്ടോ. ഗവർണർ പദവിയിലെത്തിയ ഏക കേരള മുഖ്യമന്ത്രി. ഓണം സംസ്ഥാനത്തെ ആഘോഷമാക്കി മാറ്റി. ഓണം 1961 മുതലാണ് കേരളത്തിൽ ദേശീയോത്സവമായിട്ട് ഓണം ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് ഈ പട്ടം താണുപിള്ളയുടെ കാലത്താണ്. ആർ ശങ്കർ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്. ആർ ശങ്കർ. കേരളത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ മുഖ്യമന്ത്രിയും ആർ ശങ്കറാണ്. നെക്സ്റ്റ് വൺ C അച്യുതമേനോൻ. രാജ്യസഭ അംഗമായിരിക്കെ കേരളത്തിൽ മുഖ്യമന്ത്രിയെ നിയമിതനായ വ്യക്തിയാണ് C അച്യുതമേനോൻ. രാജ്യസഭ അംഗമായിരിക്കെ കേരളത്തിൽ മുഖ്യമന്ത്രിയായി നിയമിതനായ വ്യക്തിയാണ് ആര്? C അച്യുതമേനോൻ. മുല്ലപ്പെരിയാർ കരാർ പുതുക്കിയതും അദ്ദേഹത്തിന് കീഴിലാണ്. 1970 മുല്ലപ്പെരിയാർ 999 വർഷത്തേക്ക് പുതുക്കിയത്. പുതുക്കിയത് ആരാണ്? C അച്യുതമേനോനാണ്. കരുണാകരൻ കേരള നിയമസഭ പഞ്ചായത്ത് നിയമം പാസ്സാക്കിയ സമയത്ത് കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? കരുണാകരനായിരുന്നു. കരുണാകരൻ്റെ ആത്മകഥയുടെ പേരാണ് പതറാതെ മുന്നോട്ട്. കരുണാകരൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? പതറാതെ മുന്നോട്ട്. AK ആൻ്റണി കേരളത്തിൽ വനിതാ കമ്മീഷൻ ആരംഭിച്ച സമയത്തെ മുഖ്യമന്ത്രിയാണ് AK ആൻ്റണി. കേരളത്തിൽ വനിതാ കമ്മീഷൻ ആരംഭിച്ച സമയത്തെ മുഖ്യമന്ത്രി ആരാണ്? AK ആൻ്റണി. PK വാസുദേവൻ നായർ മന്ത്രി, മുഖ്യമന്ത്രി, പ്രതിപക്ഷ സ്ഥാനങ്ങൾ എന്നിവ ഒരേ സമയത്ത് വഹിച്ച മുഖ്യമന്ത്രിയായിരുന്നു
PK വാസുദേവൻ നായർ, മന്ത്രി, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്. CH മുഹമ്മദ് കോയ, വളരെ കുറച്ചു കാലം മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. വളരെ കുറച്ചു കാലം മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. സ്പീക്കറായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും CH മുഹമ്മദ് കോയയാണ്. EK നയനാർ, കുടുംബശ്രീ ആരംഭിച്ചത് EK നയനാരുടെ മന്ത്രിയായിരുന്നപ്പോഴാണ്. EK നയനാർ മന്ത്രിയായപ്പോഴാണ് കുടുംബശ്രീ ആരംഭിച്ചത് 1998. സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ്ണ ജൂബിലി ആരംഭിച്ചപ്പോഴും ഇദ്ദേഹമായിരുന്നു മുഖ്യമന്ത്രി. സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ്ണ ജൂബിലി ആരംഭിച്ചപ്പോഴും ഇദ്ദേഹമായിരുന്നു മുഖ്യമന്ത്രി. പിന്നെ ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, മൊറാഴ, കരിവെള്ളൂർ, കയ്യൂർ സമരങ്ങളിൽ പങ്കെടുത്ത കേരളീയ മുഖ്യമന്ത്രി ആര്? EK നയനാറാണ് കേട്ടോ. മൊഴാഴ, കരിവെള്ളൂർ, കയ്യൂർ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള കേരള മുഖ്യമന്ത്രിയും EK നയനാറാണ്. അടുത്തതായി ഉമ്മൻചാണ്ടി. ജനസമ്പർക്ക പരിപാടി ഐക്യരാഷ്ട്രസഭയുടെ ജനസമ്പർക്ക പരിപാടിക്ക് തുടക്കം കുറിച്ചത് ആരാണ്? ഉമ്മൻചാണ്ടിയാണ്. കൂടാതെ ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം അദ്ദേഹത്തിന് ലഭിച്ചു. ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയും ഉമ്മൻചാണ്ടിയാണ്. ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ്? ഉമ്മൻചാണ്ടി. സുതാര്യ കേരളം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചതും ഉമ്മൻചാണ്ടിയാണ്. ആത്മകഥ തുറന്നിട്ട വാതിൽ അച്യുതാനന്ദൻ. രാജ്ഭവന് പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് അച്യുതാനന്ദൻ. രാജ്യസഭയ്ക്ക് പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് സമരം തന്നെ ജീവിതം, സമരത്തിനിടവേളകളില്ല. അടുത്തതായി പിണറായി വിജയൻ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച മന്ത്രിയാണ്, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമാണ് പിണറായി വിജയൻ. അപ്പോൾ നമ്മൾ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ചോദിച്ചാൽ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാവുന്ന വിധത്തിലുള്ള ക്ലാസ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാനും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഗുഡ് ബൈ.